കുട്ടികൾക്കുള്ള വൈകല്യങ്ങൾ കണ്ടെത്താനുള്ള ക്യാമ്പ് നടത്തി. ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ജനന സമയത്തെ വൈകല്യങ്ങൾ, കുറവുകൾ, രോഗങ്ങൾ ഉൾപ്പെടെയുള്ള വികസന കാലതാമസങ്ങൾ എന്നിവ നേരത്തെയുള്ള തിരിച്ചറിയലും പ്രതിവിധിയും ലക്ഷ്യമിട്ടുള്ള സംരംഭമാണ് രാഷ്ട്രീയ ബൽ സ്വസ്തിക് കാര്യക്രം. ഇതിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പഴയന്നൂർ CHCയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കുട്ടികളെ പരിശോധന നടത്തി. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി RBSKയുടെ കീഴിൽ ചികിത്സ നൽകും. വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻപിലാണ് ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സേവനം ആവശ്യമുള്ളവർ നേരിട്ട് കേന്ദ്രത്തിലെത്തിയാൽ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് കേന്ദ്രം DIC മാനേജർ നീനു പറഞ്ഞു. ചടങ്ങിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അഷറഫ് നിർവഹിച്ചു. ഗീത രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് KK ഗൗതമൻ, ഹെൽത്ത് സൂപ്രണ്ട് വിനോദ് കുമാർ, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ശോഭ B, ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സുമ എന്നിവർ സംസാരിച്ചു. ആശുപത്രി HMC അംഗങ്ങളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. 39 കുട്ടികളാണ് ഇന്ന് ക്യാമ്പിൽ പങ്കെടുത്തത്. നേരത്തെ കണ്ടെത്തുകയും അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സ യഥാസമയം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ കേന്ദ്രം നേരത്തെ തൃശ്ശൂരായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് വടക്കാഞ്ചേരിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് പലർക്കും അറിയാതിരിക്കുന്നത് കൊണ്ടും അവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും നമ്മളുടെ കുട്ടികളുടെ ചികിത്സ നമുക്ക് വൈകാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ ചില കുട്ടികൾക്ക് ഈ ജനിക്കുമ്പോഴുണ്ടാകുന്ന വൈകല്യങ്ങളും അതേപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളും അത് നേരത്തെ കണ്ടെത്തുകയും അത് യഥാസമയം കൃത്യമായ ഇടപാട് നമുക്ക് ചികിത്സ കൊടുക്കുകയും ചെയ്താൽ അവർ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് നമുക്ക് നമ്മളുടെ പ്രയത്നം കൊണ്ട് ജനിക്കുന്ന കുട്ടികൾക്ക് അസുഖങ്ങൾ മാറാതിരിക്കരുത്, അതിനുവേണ്ടിയാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിഷയാവതരണം എല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞാലും ഞാൻ കൂടുതലായിട്ട് ആരോഗ്യപരമായ വിവിധ ഘടകങ്ങളെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനാവശ്യമായ പദ്ധതികളാണ് ആരോഗ്യ കേരളത്തിൻ്റെ ഭാഗമായി നാം സംഘടിപ്പിച്ചു വരുന്നത്. അതിൻ്റെ കൂടി ഭാഗമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രാരംഭ തലത്തിൽ തന്നെ കുട്ടികളുടെ വൈകല്യങ്ങളെ കണ്ടെത്തി സാമൂഹികമായ പ്രശ്നങ്ങളിൽ നിന്നോ അവരെ മോചിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുന്ന ഈ ക്യാമ്പിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് വിഷയാവതരണത്തിലും മറ്റും സൂചിപ്പിക്കും എന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കണം എന്ന് കരുതുന്നില്ല. ഏതായാലും നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രത്തിൻ്റെയും ഭാഗമായി നടത്തുന്ന ഇത്തരം ക്യാമ്പുകൾ കേവലം ആ പ്രദേശത്ത് വരുന്ന 40 കുട്ടികളുടെ ചികിത്സയിൽ മാത്രമല്ല, ഒരു സാമൂഹിക വിപത്തിനെ സമയബന്ധിതമായി തടഞ്ഞു നിർത്താൻ പര്യാപ്തമായ നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് കിടക്കുന്നു എന്നത് ജനകീയമായി അറിഞ്ഞു പോകേണ്ട ഒരു വിഷയമാണ് എന്നതിലേക്കാണ് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പിറന്നു വീഴുന്ന കുട്ടികളിൽ 6% പേർ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് എന്നാണ് ഏകദേശ കണക്ക്. സ്വാസ്ഥ്യ കാര്യക്രമം എന്നുള്ളതാണ് RBSKയുടെ ഫുൾ ഫോം. അത് വയ്ക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വടക്കാഞ്ചേരിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. പക്ഷേ വടക്കാഞ്ചേരിക്ക് എല്ലാ കുട്ടികൾക്കും ഉടന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായി. അതിൻ്റെ ബലം കൊണ്ടാണ് നമ്മൾ ഈ ഏരിയയിൽ ഒരു ക്യാമ്പ് വയ്ക്കുകയാണെങ്കിൽ ഈ അവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ RBSKയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 2009 കേന്ദ്ര ഗവൺമെൻറ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമിലൂടെയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 5 വർഷങ്ങൾക്ക് ശേഷം 2013 RBSK നിലവിൽ വരികയാണ്.
സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിനെ കുറച്ചും കൂടി വികസിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഒരു കുട്ടി ജനിച്ചു വീണ അതുപോലെ ആ കുട്ടിക്ക് പ്രാരംഭ ദിശയിൽ തന്നെ നമ്മൾ അവരുടെ രോഗം കണ്ടെത്തി അതിന് വിദഗ്ധ ചികിത്സ കൊടുക്കുന്നൊരു രീതിയാണ് RBSK ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ജനിച്ച മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ ഈ RBSK നിലനിൽക്കുന്നത്. ആദ്യത്തെ 48 മണിക്കൂർ നമ്മൾ ഒരു സ്ഥലത്ത് പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 48 മണിക്കൂർ അവിടുത്തെ പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നേഴ്സോ അവിടുത്തെ ANMോ കുട്ടികളെ പരിശോധിച്ച് കുട്ടികൾക്ക് പ്രാഥമിക രീതിയിലുള്ള അംഗവൈകല്യം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ടിന് അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ട് ഏർലി ഇൻ്റർവെൻഷൻ അപ്പം ചെയ്യും. അതിനുശേഷം അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരും. അതിനുശേഷം നമ്മൾ ആശാ വർക്കർമാരാണ് നമ്മൾ അടുത്ത ആഴ്ച ഈ 48 മണിക്കൂർ മുതൽ 6 ആഴ്ച വരെയുള്ള സമയത്ത് നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആശാ വർക്കർമാരാണ് ആ കുട്ടി അവർ വീട്ടിൽ പോയി അന്വേഷിക്കുകയും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയും ചെയ്യുന്നത്. ഈ 6 ആഴ്ച മുതൽ പിന്നെ 6 വയസ്സ് വരെ നമ്മൾ അംഗൻവാടി തലത്തിലാണ് നമ്മളതിൻ്റെ കേന്ദ്രീകരണം നടക്കുന്നത്. 6 വയസ്സ് മുതൽ നമ്മൾ 18 വയസ്സ് വരെ നമ്മൾ ആരോഗ്യ സ്ഥാപനങ്ങളിലും നമ്മൾ ഈ പ്രവർത്തനം ആരംഭിക്കും. നമുക്ക് അസുഖങ്ങൾ കണ്ടുവരുത്താനുണ്ട്. ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ എന്നൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ക്യാമ്പ് നടത്തുന്നത്. നമ്മൾ ആദ്യം തൃശ്ശൂരായിരുന്നു. 2014 തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് മാറിയത്. പക്ഷെ നമുക്കിപ്പോഴും നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് വന്നത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തൃശ്ശൂരുള്ളപ്പം നിങ്ങളുടെ ഈ ഏരിയയിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടാണ് ഇത്ര ദൂരം. പക്ഷെ ഇപ്പോൾ വടക്കാഞ്ചേരി വന്നിട്ടും കുറേ പേര് ഈ സൈഡിലൊന്നും കുറേ പേര് അറിഞ്ഞിട്ടില്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്. അപ്പം നമുക്ക് ഇവിടെയുള്ള തെറാപ്പികളും മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഡിലേ ഡിസബിലിറ്റി, അത് വൈകല്യങ്ങൾ ഉള്ള 18 വയസ്സ് വരെ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൻ്ററാണ്. അപ്പം നമുക്ക് അവിടെ എല്ലാ തെറാപ്പികളുണ്ട്. നമുക്കൊരു പീഡിയാട്രീഷ്യൻ ഉണ്ട്, മെഡിക്കൽ ഓഫീസർ ഉണ്ട്, പിന്നെ സ്റ്റാഫ് നഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ട്, ഡെൻ്റൽ ഉണ്ട്, പിന്നെ നമുക്ക് സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇത്രയും സേവനങ്ങൾ അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെല്ലാവരും RBSK നഴ്സുമാർ റെഫർ ചെയ്തിട്ടാവും ഇവിടെ എത്തിയിട്ടുണ്ടാവുക അല്ലേ? അവരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. അപ്പം അവരാണ് മെയിനായിട്ട് നമ്മൾ ഓരോ ഇതിലെ കുട്ടികളെ സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾക്ക് റെഫർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങൾ അറിയുന്ന കുട്ടികളുണ്ടായിരിക്കും, സേവനം വേണ്ട കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നമുക്ക് മാക്സിമം ആ സെൻറ്റർ ഉപയോഗിക്കുന്ന രീതിയിൽ ഇപ്പോൾ കൂടുതലും നിങ്ങൾക്കൊക്കെയാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുണ്ടാകും. ഇവിടേക്ക് വടക്കാഞ്ചേരിക്ക് മാറിയപ്പോൾ ഈ സൈഡായിരിക്കും കുറച്ചും കൂടി എല്ലാവർക്കും എത്തിപ്പെടാൻ ഒന്നുകൂടി എളുപ്പമായിട്ടുണ്ട് തൃശ്ശൂരിനേക്കാളും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഏരിയയിൽ അങ്ങനത്തെ എന്തെങ്കിലും കുട്ടികളെ കാണുകയാണെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് മാക്സിമം DICയിലേക്ക് റെഫർ ചെയ്യാം. ബാക്കിലാണ് അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓക്കെ.